പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ENIRSന്റെ +2 ഡാറ്റ എൻട്രി ഓപ്പറേഷൻ കോഡ് നമ്പർ 336. വൊക്കേഷണൽ അല്ലാത്ത ഡാറ്റ എൻട്രിയാണ് 336 ഡാറ്റ എൻട്രി. അതിൻ്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിംഗ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, ന്യൂ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ എക്സാം നടന്നത് 2024 ഏപ്രിലാണ്. അപ്പോൾ ആ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് അവതരിപ്പിക്കാനുള്ളത് 3ഉം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ആണ്. അത് നമ്മൾ മറ്റൊരു വീഡിയോസിൽ അവതരിപ്പിക്കും. ഡാറ്റ എൻട്രി ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ വിഷയമാണെങ്കിലും തിയറി എക്സാമും അസൈൻമെൻറ്റും ഉള്ള വിഷയമാണ്. 100 മാർക്കിൻ്റെ പേപ്പറായ ഈ പേപ്പറിൽ മാർക്കുകൾ ഡിവൈഡ് ചെയ്യുന്നത് പ്രാക്ടിക്കലിന് 60 മാർക്കാണ്. അതേപോലെ തന്നെ തിയറി പരീക്ഷ നമുക്ക് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ അതിനെ നമുക്ക് 32ലേക്ക് കൺവേർട്ട് ചെയ്യും. അസൈൻമെന്റിന്റെ മാർക്ക് കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടത് കൊണ്ട് 60 + 32 92. 20 മാർക്കിന്റെ അസൈൻമെന്റിന് 8 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ 92 + 8 100. അതായത് 60 മാർക്ക് പ്രാക്ടിക്കല്, 32 മാർക്ക് തിയറി, 8 മാർക്ക് അസൈൻമെന്റ്. പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തവർക്ക് അത്യാവശ്യം മാർക്കിൽ കിട്ടും. അസൈൻമെന്റ് നമുക്ക് 8ലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട തിയറിയും ആണ് നമുക്ക് 32 മാർക്കിൽ. തിയറിയിൽ നമുക്ക് ഏകദേശം 12-13 മാർക്ക് നമുക്ക് എഴുതി പാസ്സാണ്. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്കിന്റെ, 3 മാർക്കിന്റെ, 4 മാർക്കിന്റെ. സമയം 2:30 മണി മുതൽ 4 മണി വരെയാണ് എക്സാം. മറ്റുള്ള വിഷയങ്ങളൊക്കെ 5:30 മണി വരെയാണ്. കാരണം അത് 80 മാർക്കിന്റെ തിയറി എക്സാം ആണ്. ഇത് നമുക്ക് 32 മാർക്ക്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് 40ലാണ്, പക്ഷെ അതിനെ 32ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് 4 മണി അല്ലെങ്കിൽ മാക്സിമം 4:30 ഉള്ളിൽ നിങ്ങൾക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. മലയാളത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് നമ്മൾ ഗൈഡ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലും മലയാളത്തിൽ പഠിക്കണം. ടെക്സ്റ്റ് ബുക്ക് ഫുൾ ഇംഗ്ലീഷാണ്, ഗൈഡിൽ ഇംഗ്ലീഷിലും മലയാളത്തിൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിച്ചു കഴിഞ്ഞാൽ 1-2 ചാപ്റ്റർ നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിൽ നമുക്ക് പബ്ലിക് എക്സാമിന് വരുന്നത് 6 ചാപ്റ്റർ ഉള്ളൂ. മൊത്തം 10 ചാപ്റ്ററാണ്. ഈ 10 ചാപ്റ്ററിൽ 6 ചാപ്റ്റർ മാത്രം നമുക്ക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കിയുള്ള 4 ചാപ്റ്റർ നമുക്ക് എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് തിയറി എക്സാമിന് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും അവസാന ചാപ്റ്ററിൽ നിന്നാണ്. അത് നിങ്ങൾ കൂടുതൽ നോക്കി. അപ്പോൾ ഏപ്രിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും അവസാന ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും ഒക്കെ എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. പിന്നെ വരുന്നത് 10ാമത്തെ ചാപ്റ്റർ. തിയറിക്ക് 2 ചാപ്റ്ററാണ് നിങ്ങൾ ആദ്യം കൂടുതൽ ഫോക്കസ് ചെയ്യണം. അത് വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ. 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക് നോക്കിയപ്പോൾ കൂടുതൽ മാർക്ക് ഇതിന്നാണ് വരുന്നത്. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജിന്റെ പ്രാധാന്യം എന്താണ്? ഗീവ് ടു എക്സ് 2 ഉദാഹരണം. ഇത് ഫസ്റ്റ് ചാപ്റ്റർ ബേസിലായിട്ടാണ് വരുന്നത്. നമുക്ക് ഗൈഡിൽ 19ാമത്തെ പേജിൽ വരുന്നുണ്ട്. കമ്പ്യൂട്ടറിന് മനുഷ്യന്മാർക്ക് ഭാഷ ഉള്ളതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് ഭാഷകൾ ഉണ്ട് എന്നാണ്. ഓക്കെ. ഒരു കമ്പ്യൂട്ടർ അതിൻ്റെ നിർദ്ദിഷ്ട ചുമതല നിർവഹിക്കണമെങ്കിൽ അതിൻ്റെതായ ഭാഷകൾ ഉപയോഗിക്കണം. അതിൽ ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഉന്നത ഭാഷ. ഇംഗ്ലീഷ് ഭാഷയെ അടിസ്ഥാനമായിട്ടുള്ളതും ലളിതമായ ഭാഷയാണ് ഉന്നത ഭാഷ. കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ലളിതമാക്കി പ്രോഗ്രാം തയ്യാറാക്കിയെന്ന് സഹായിക്കുന്ന ഭാഷയാണ് ഹൈ ലെവൽ. അതിന്റെ പ്രധാനപ്പെട്ട 2 ഇതിൽ ചോദിച്ചിട്ടുള്ളത്. 2 എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ബേസിക്കും കോബോളാണ്. 2 മാർക്കിന്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ബേസിക്കും കോബോളാണ് വരുന്നത്. ഇനി ഇത് അറിയാത്തവര് വാട്ട് ഈസ് മീൻ ബൈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സ്റ്റേറ്റ് ഇറ്റ് ക്ലാസ്. എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതിന്റെ ക്ലാസിഫിക്കേഷൻ. സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം അത് വേണ്ട രീതിയിൽ നടപ്പിലാക്കണമെങ്കിൽ സോഫ്റ്റ്വെയർ വേണം. ആ സോഫ്റ്റ്വെയർ 2 രീതിയിലുണ്ട്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയറും 2 ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ.
ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഗൈഡിൽ ഫസ്റ്റ് ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. 17ാമത്തെ പേജിൽ നിങ്ങൾക്ക് ഗൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒന്നോ അതിലധികമോ പ്രോഗ്രാമുകളുടെ കൂട്ടമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിൽ രണ്ടെണ്ണം ഉണ്ട്. ജനറലൈസ്ഡ് പാക്കേജ് ഉണ്ട്, കസ്റ്റമൈസ്ഡ് ഉണ്ട്. ഇതാണ് രണ്ടെണ്ണം. ഇതിന് ഉദാഹരണങ്ങളൊക്കെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ആക്സസ്, ഇതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ ഭാഗമാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയ 2 മാർക്കിനകത്ത് ഷോർട്ട് പാരഗ്രാഫാണ്. ഇനി അതല്ലെങ്കിൽ 2 മാർക്ക്, പിന്നെ 2 മാർക്കിന് ചോദിക്കുന്നത് 19ആണ്. 19ൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 അറ്റൻഡ് ചെയ്യണം. ഓക്കെ, എയും ബി ഉണ്ട്. എക്ക് 1 മാർക്കും ബിക്ക് 1 മാർക്കും, അങ്ങനെയാണ് 2 മാർക്ക് വരുന്നത്. നെയിം ദി ഇലക്ട്രോ മെക്കാനിക്കൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് യൂസേഴ്സ്. ഒരു ഇലക്ട്രോണിക് മെക്കാനിക്കൽ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്, പോയിന്റർ ആയിട്ട്. അതിന് പറയുന്ന പേരാണ്, പോയിന്റർ ഒക്കെ നീക്കം ചെയ്യുന്ന രീതിയിലുള്ള പേരാണ് മൗസ് എന്ന് പറയുന്നത് കേട്ടോ. വിച്ച് ഡിവൈസ് ഈസ് ഡിസൈൻഡ് ടു പ്രൊഡ്യൂസ് വലിയ വലിയ ഇമേജുകൾ, ഡ്രോയിങ്, പിക്ചറുകളൊക്കെ നമുക്ക് പകർത്തിയെടുക്കാൻ വലിയ വലിയ സിവിൽ എഞ്ചിനീയർമാർ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പ്ലോട്ടർ എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത്. പ്ലോട്ടർ പ്രിന്ററിന് പകരമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്രയാണ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടത്. ഇനി 4 മാർക്കിന്റെയാണ് അവസാന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 4 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ അതിൽ നോക്കിയപ്പോൾ നമുക്ക് ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് എളുപ്പമുള്ളത്. എക്സ്പ്ലെയിൻ ടെൽനെറ്റ് ആൻഡ് FTP, അങ്ങനെ അതിന് 2 മാർക്കും. ഓർഗനൈസേഷൻ ആൻഡ് ജോഗ്രാഫിക്കൽ ഡൊമൈൻ, അങ്ങനെ അതിന് 2 മാർക്ക്. അങ്ങനെ 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. അത് അറിയാത്തവർക്ക് വേറെ ചോദ്യം വരുന്നുണ്ട്. അപ്പൊ എന്താണ് ടെൽനെറ്റും FTPയും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളത് നമുക്ക് 24ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ടെൽനെറ്റും FTPയും തമ്മിലുള്ള വ്യത്യാസം 10ാമത്തെ ചാപ്റ്ററിൽ വരുന്നുണ്ട്. 160ാമത്തെ പേജിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ടെൽനെറ്റ്, എന്താണ് FTP എന്ന് പറയുന്നത്. ടെൽനെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിലും ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലും ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ്. ഇന്റർനെറ്റിലും ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലും ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ് ടെൽനെറ്റ്. കമ്പ്യൂട്ടറിൽ ടെൽനെറ്റ് പ്രോഗ്രാം ഉപയോഗിച്ച് നെറ്റ്വർക്ക് വഴി പേഴ്സണൽ കമ്പ്യൂട്ടറിനെ സെർവറുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ടെൽനെറ്റ് ഉപയോഗിച്ച് നമുക്ക് സെർവറിലേക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും നെറ്റ്വർക്കിലുള്ള മറ്റ് സെർവറുകളുമായി ആശയവിനിമയം നടത്താനും സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ FTPയുടെ ഫുൾ ഫോം ആണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഏത് നെറ്റ്വർക്കിലും ഫയലുകൾ കൈമാറാനായി ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് FTP. ഷെയറിംഗ് ഓഫ് ഫയലാണ് പറയുന്നത്. ഓക്കെ, ഇത് എഴുതിയ 2 മാർക്കാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ടെൽനെറ്റിൽ എന്താണെന്ന് എഴുതിയ 1 മാർക്കും FTP എഴുതിയ 1 മാർക്ക്, അങ്ങനെ 2 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻസ്. മാത്രം അറ്റൻഡ് ചെയ്ത പോലെ ബിയും ആണ്. എക്സ്പ്ലെയിൻ ദി ഓർഗനൈസേഷൻ ഡൊമൈൻ ആൻഡ് ജോഗ്രാഫിക്കൽ. എന്താണ് ഓർഗനൈസേഷൻ ഡൊമൈൻസും ജോഗ്രാഫിക്കൽ ഡൊമൈൻസ് എന്ന് പറയുന്നത്? ഇത് നമുക്ക് 10ാമത്തെ ചാപ്റ്ററിൽ 162ാമത്തെ പേജിൽ ഗൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓർഗനൈസേഷൻ ഡൊമൈൻ എന്ന് പറയുന്നത് കോഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഏത് ഓർഗനൈസേഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻ ഡൊമൈൻ വരുന്നത്. AC എന്ന് പറഞ്ഞാൽ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, COM എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി, EDU എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, GOV ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് റിസോഴ്സ്, ഓർഗനൈസ് എന്ന് പറഞ്ഞാൽ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കോഡുകളാണ് ഓർഗനൈസേഷൻ ഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി ജോഗ്രാഫിക്കൽ ഡൊമൈൻസ് എന്ന് പറയുന്നത് റെപ്രസെന്റ് വിച്ച് കൺട്രി ഡൊമൈൻ, ഏത് രാജ്യത്തിന്റെ എന്നുള്ളത് സൂചിപ്പിക്കാനാണ് വരുന്നത്. അത് ഇന്റർനാഷണൽ കൺട്രി കൂടെ വരുന്നുണ്ട്. ഇപ്പൊ AU എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ, IA എന്ന് പറഞ്ഞാൽ ഇന്ത്യ, JP എന്ന് പറഞ്ഞാൽ ജപ്പാന്, UK എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡം, US എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്. അതിന് 2 മാർക്കാണ്. ഓർഗനൈസേഷൻ ഡൊമൈൻ ജോഗ്രാഫിക്കലും ഇത് 2, ടെൽനെറ്റ് FTP ഇത് 2, അങ്ങനെ 4 മാർക്കിന്റെ ചോദ്യമാണ്. ഇതാണ് കുറച്ച് എളുപ്പമുള്ളത്. ഇനി ഇത് അറിയാത്തവർക്ക് വാട്ട് ഹാപ്പൻ ടു എ പീസ് ഓഫ്, എന്താണ് സംഭവിക്കുക ഒരു പീസ് ഓഫ് ഡാറ്റ വെൻ ഇറ്റ് ട്രാൻസ്ഫർ ഓവർ ഇന്റർനെറ്റിലൂടെ പീസ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് 10ാമത്തെ ചാപ്റ്ററിന്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഇംഗ്ലീഷിലും പറയുന്നുണ്ട്, മലയാളത്തിലും പറയുന്നുണ്ട്. വെൻ ദ ഡാറ്റ ഇസ് ട്രാൻസ്ഫർഡ് ഓവർ ദി ഇന്റർനെറ്റ്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് ട്രാൻസ്ഫർ ബ്രോക്കൺ ഡൗൺ, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രോക്കൺ ഡൗൺ ടു സ്മാളർ പാക്കറ്റ്, ചെറിയൊരു പാക്കറ്റുകളായിട്ട് തരംതിരിക്കുന്നുണ്ട്. സെൻഡ് അക്രോസ് ദി നെറ്റ്വർക്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുമ്പോൾ
നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റകളെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ തന്നെ ബ്രോക്ക് ഡൗൺ പാക്കറ്റ് ആണ്. ഡാറ്റ ബ്രോക്ക് ഡൗൺ ടു ചെറിയ ചെറിയ സ്മാൾ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസ്ഫേർഡ് ഇൻടു ബിറ്റ്സ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പാക്കറ്റ് എന്തായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ബിറ്റ്സ് ആയിട്ട്. പിന്നെ റൂട്ട് ടു ഡെസ്റ്റിനേഷൻ, ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള റൂട്ട്, നെറ്റ്വർക്ക് ഡിവൈസിലേക്ക് റൂട്ടർ ആൻഡ് സ്റ്റിച്ചസ് റൂട്ട് ദി പാക്കറ്റ് ദ ഡെസ്റ്റിനേഷൻ ആണ്. പിന്നെ പറയുന്നത് റീ അസംബിൾ അറ്റ് ഡെസ്റ്റിനേഷൻ ആണ്. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിവൈസ് ദാറ്റ് റിസീവ് ദി പാക്കറ്റ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിവൈസ് എന്താണ് പാക്കറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. പിന്നെ ദ പ്രോസസ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ഗവേൺഡ് ബൈ പ്രോട്ടോകോൾ, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളാണ് TCP, ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ, അല്ലെങ്കിൽ IP, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ഇത് ഇത്രയും പ്രോട്ടോകോൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് റിലയബിൾ ആയിട്ട് യഥാർത്ഥമായിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ വെൻ യു സെൻഡ് ആൻ ഇമെയിൽ, നമ്മളൊരു ഇമെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ, റിക്വസ്റ്റ് സെൻഡ് ചെയ്യുകയാണെങ്കിൽ വെബ് പേജ് യുവർ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി സെലക്ട്, നമുക്ക് വെബ് പേജ് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. നമ്മൾ അടുത്ത വീഡിയോയിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അവതരിപ്പിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ 6 ചാപ്റ്റർ ഏതാന്നുള്ളത് നമുക്ക് NSന്റെ സൈറ്റിൽ പ്യൂരിഫിക്കേഷൻ സിലബസിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഡാറ്റ എൻട്രിയുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സിൽ ഫസ്റ്റ് വീഡിയോസ് പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. പബ്ലിക് എക്സാമിന്റെ ചാപ്റ്റർ, ആ 6 ചാപ്റ്റർ നിങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ 10ാമത്തെ ചാപ്റ്ററാണ് വലിയ മാർക്കിന് കൂടുതലായിട്ട് ചോദിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക്, അതേപോലെ SSLC +2 നമ്മൾ ഓൺലൈനായിട്ട് പരീക്ഷ എഴുതുന്നുണ്ട്. SSLC +2 നൽകുന്നുണ്ട്, ഓഫ്ലൈനായിട്ട് പരീക്ഷ +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ IGNOU, അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.